മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് വീണ്ടും നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഈ ജീവിതത്തിൽ ഒരു ദിവസം കൂടെ ദൈവം തന്നതിനാൽ, ദൈവം അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് അനുവദിച്ചതിനാൽ നമുക്ക് വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെപ്പോലെ ഭാഗ്യം ലഭിക്കാതെ ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയാതെ എത്രയോ പേർ രോഗികളായി തീർന്നിട്ടുണ്ട്. എത്രയോ പേർ മരണത്താൽ ഈ ഭൂമിയിൽ നിന്ന് നിത്യമായ നരകത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വലിയ പ്രത്യാശയുള്ളവരായി നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് അവനെ ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നത് കൊണ്ട് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് ഓർത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഇടയാകുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണം എന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു കൂട്ടം യഹൂദന്മാർ കൊല്ലണം കൊല്ലണം എന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് പീലാത്തോസിനോട് അവനെ ക്രൂശിക്ക എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന യഹൂദജനം, അവരെ കുറിച്ച് ഇപ്പോൾ പൗലോസാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പൗലോസും കൂട്ടരും തങ്ങളുടെ മിഷണറി യാത്രയിൽ പിസിദ്യയിലെ അന്ത്യോക്യയിലെത്തി. അവിടെ പള്ളിയിൽ അഥവാ സിനഗോഗിൽ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും വായിച്ചു. നാം അപ്പോസ്തല പ്രവൃത്തി 13:15 വായിക്കുന്ന ഇങ്ങനെയാണ്: ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ. അങ്ങനെ പൗലോസിന്റെ പ്രസംഗത്തിൽ പൗലോസ് പറഞ്ഞ വാക്കുകളാണ് നാം ഇപ്പോൾ കേട്ടത്. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണം എന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു എന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ ക്രൂശിച്ചു കൊല്ലുവാനായിട്ട് വീണ്ടും വീണ്ടും ആക്രോശിക്കുമ്പോൾ, വിളിച്ചു പറയുമ്പോൾ അതിന് യാതൊരു കാരണവും അവർ കണ്ടെത്തിയിരുന്നില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രസംഗത്തിൽ പറയുകയാണ്. നാം യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, ആ മരണം അവൻ യാതൊരു പാപവും ചെയ്യാതെ, ആ മരണത്തിന് യാതൊരു കാരണവുമില്ലാതെ അവനെ അവർ കൊന്നതാണ് എന്ന് നാം വായിക്കുകയാണ്. നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ അതിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്തുതോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കുകയാൽ അവയ്ക്ക് നിവൃത്തി വരുത്തി. അപ്പോൾ യേശു കർത്താവിനെയും അവർ തിരിച്ചറിഞ്ഞില്ല, അവരുടെ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെയും തിരിച്ചറിഞ്ഞില്ല. കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ജീവന്റെ നായകനായ അവരുടെ കർത്താവും ദൈവവുമായ അവനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് യഹൂദജനം കർത്താവിനെ തിരിച്ചറിയാഞ്ഞത് കൊണ്ടാണ് ക്രൂശിച്ചത്. തന്നെയുമല്ല, അവർ പ്രവാചകന്മാരെയും തിരിച്ചറിഞ്ഞില്ല, പ്രവാചകന്മാരുടെ വചനങ്ങളെയും ഗ്രഹിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ അജ്ഞതയിൽ നിന്നാണ് അവർ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ഇടയായത്. എന്നാൽ അവർ അപ്പോൾ ചെയ്തത് എന്താണ്? അവർ അവനെ ശിക്ഷയ്ക്ക് വിധിക്കുകയാൽ പ്രവചനങ്ങൾക്ക് നിവൃത്തി വരുത്തി. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം പ്രവചനത്തിന്റെ നിവൃത്തിയായിരുന്നു എന്ന് നാം കാണുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ ആദാം മുതൽ എല്ലാ മനുഷ്യരും പാപികളായി തീർന്നു. ആദാം മുഖാന്തരമാണ് പാപികളായി തീർന്നത്. എന്നാൽ ഏകന്റെ മരണത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്തവൻ മരിക്കേണ്ടതായിരുന്നു.
അതുകൊണ്ട് യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചു കൊല്ലുമ്പോൾ അവർ പ്രവചനങ്ങൾക്ക് നിവൃത്തി വരുത്തുകയായിരുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിനും വിമോചനമില്ല എന്നുള്ള വലിയ സത്യം നിറവേറുവാൻ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ഇടയാക്കി. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഇവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത് ദ സിൻലെസ് വൺ ഡൈഡ്, പാപമില്ലാത്തവൻ മരിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്നാമതായിട്ട് നാം കാണുന്നത് മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ട് അവനെ കൊല്ലണം എന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. മരണത്തിന് ഒരു കാരണവുമില്ലാതെ കൊല്ലപ്പെട്ടവൻ. രണ്ടാമതായിട്ട് നാം ആ 27-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് അവന്റെ മരണം പ്രവചനത്തിന്റെ നിവൃത്തിയായി തീർന്നതാണ്. പിന്നെയും നമുക്ക് യേശു കർത്താവിന്റെ മരണത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത് 29-ാം വാക്യത്തിൽ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ആദ്യം അവനെ ഒരു മരത്തിൽ തൂക്കി, അത് കഴിഞ്ഞിട്ട് അവർ അവനെ കല്ലറയിൽ വെച്ചു. അവർ ഒന്നാമതായിട്ട് യേശു കർത്താവിനെ ക്രൂശിക്കുമ്പോൾ അവന് കൊടുത്ത സ്ഥലം ഒരു ക്രൂശായിരുന്നു. അവൻ മരിച്ചു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞപ്പോൾ അവർ അവന് കൊടുത്തത് ഒരു കല്ലറയാണ്. ആരെയും ഒരിക്കലും ഇതുവരെയും വെച്ചിട്ടില്ലാത്ത, കല്ലിൽ പാറയിൽ വെട്ടിയെടുത്ത ഒരു കല്ലറ. അവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ വെച്ചത്. അതുകൊണ്ട് നമ്മളോട് വായിക്കുന്ന വാക്ക് അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച്, അവരുടെ മശിഹായെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രവചനങ്ങളിൽ എന്തൊക്കെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടോ ആ വാക്കുകളെല്ലാം യേശു കർത്താവിന്റെ ജീവിതത്തിൽ നിറവേറി സകലവും നിവൃത്തിയായ ശേഷം യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം ആ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നിറവേറി കഴിഞ്ഞപ്പോഴാണ് യേശു കർത്താവ് മരിച്ചത്. അങ്ങനെ അവൻ മരിച്ച ശേഷം അവർ അവനെ ക്രൂശിൽ നിന്ന് ഇറക്കി. എന്നിട്ട് അവർ അവനെ ഒരു കല്ലറയിൽ വെക്കുകയാണ്. എന്തിനാണ് അവനെ കല്ലറയിൽ വെച്ചത്? അതും പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. അവൻ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിനോടുള്ള ബന്ധത്തിൽ പ്രവചനങ്ങളുണ്ട്. 16-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചതുമില്ല എന്നുള്ള വാക്യം, ആ നിറവേറൽ അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അവൻ അഴുകി നാറുന്നതിന് മുമ്പ്, അവന്റെ ശരീരം ദ്രവത്വം കാണുന്നതിന് മുമ്പ് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ക്രൂശീകരണം വരെ മാത്രമായിരുന്നില്ല പ്രവചനങ്ങൾ നിറവേറിയത്. പിന്നെയോ അവനെ കല്ലറയിൽ വെച്ചതിന് ശേഷവും അവനോടുള്ള ബന്ധത്തിലുള്ള പ്രവചനങ്ങൾ നിറവേറുകയായിരുന്നു. നമ്മൾ അതുകൊണ്ട് 29-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അവനെ കുറിച്ച് എഴുതിയതെല്ലാം തികച്ച ശേഷം അവനെ മരത്തിൽ നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. എന്നാൽ 30-ാം വാക്യം പറയുകയാണ്, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. God raised him from the dead. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു കർത്താവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവർ അവനെ കല്ലറയിൽ വെച്ചത് എവിടെയാണ്? അതെ, യേശു കർത്താവിനെ ക്രൂശിച്ച ആ ഗോൽഗോഥായ്ക്ക് സമീപത്ത് തന്നെ അനേകം ആളുകളെ അടക്കിയിട്ടുള്ള കല്ലറകളുണ്ട്. ആ കല്ലറയിൽ വെച്ച് അവനെയും വെച്ചു. അപ്പോൾ അനേകരുടെ മൃതശരീരങ്ങൾ അടക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ഒരു പുതിയ കല്ലറയിൽ, പാറയിൽ വെട്ടിയെടുത്ത ഒരു പുതിയ കല്ലറയിലാണ് യേശു കർത്താവിനെ അവർ വെച്ചത്. എന്നാൽ ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഈ വാക്യം പറയുമ്പോൾ അവിടെയും ഒരു പ്രവചനത്തിന്റെ നിറവേറൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്നത് കാരണമില്ലാതെയാണ്. അവൻ പാപമില്ലാത്തവനാണ് മരിച്ചത്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനുമാണ്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ മരണത്തിലൂടെ, ഈ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷം കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ട് വന്നത്? നിങ്ങളുടെയും എന്റെയും നീതീകരണത്തിന് വേണ്ടി. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമുഖാന്തരം നീതീകരിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്.
നമുക്ക് ആ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാൻ കഴിയും. സമയവ്യത്യാസം കൂടാതെ അടുത്തു വന്ന് നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. അതുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കാം. നാം റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതെ, പാപത്തിന്റെ ശമ്പളമാണ് മരണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മരണത്തിന് വിധിക്കുവാൻ തക്കവണ്ണം ഒരു പാപവും അവനിലില്ലായിരുന്നു. അവന്റെ മരണത്തിന് ഒരു ഹേതുവും ഒരു കാരണവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറച്ചു കൊന്നു. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മെ നീതീകരിച്ചു. അതുകൊണ്ട് ഇന്ന് രാവിലെ അവന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സകല സ്തുതിയും സ്തോത്രവും അവൻ അർപ്പിക്കാം. നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആരാധനയ്ക്കും സ്തുതി സ്തോത്രങ്ങൾക്കും യോഗ്യനായി സർവവല്ലഭനായി വിരാജിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം സർവവല്ലഭനായ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനെ ക്രൂശിൽ തറച്ച് അവനെ കൊല്ലുവാൻ ദൈവം പ്രസാദിച്ചതിനായിട്ട് സ്തോത്രം. കല്ലറയിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് പിതാവിന് പ്രസാദം തോന്നിയതിനായിട്ട് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് തേജോമയനായി സർവശക്തനായി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന മഹാപുരോഹിതനായി ഞങ്ങളെ ചേർക്കുവാൻ വരുന്ന ഞങ്ങളുടെ ആത്മമണവാളനായി വാഴുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങേക്ക് സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ വീണ്ടും നമസ്കരിക്കുന്നു. സ്തുതി സ്തോത്രങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രിയ പിതാവേ, ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ, ഞങ്ങളുടെ ആരാധന സ്വീകരിക്കുമാറാകണമേ. ആമേൻ.